നമസ്കാരം. ആരാ? കോടതിന്നാ? അല്ല, ഞാൻ ആകാശവാണിന്ന്. ഇരിക്ക്. ഇവിടെ ഇപ്പോൾ കോടതിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും അല്ലാതെ ആര് വരാനാ? ആകാശവാണി എന്ന് പറയുമ്പോൾ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വാർത്തക്കാര്. അല്ല, ഞാൻ ഗാന്ധി മാർഗത്തിൽ നിന്ന്. ഗാന്ധി മാർഗത്തുനിന്നോ? 70 80 കഴിഞ്ഞവർ, കൊളസ്ട്രോളും ബ്ലോക്കും കൊണ്ട് കഞ്ഞിവെള്ളം പോലും പറ്റാണ്ടായവർ, ഇവരൊന്നും അല്ലാണ്ടിപ്പോൾ ആരാ ഗാന്ധി മാർഗം പഠിക്കാൻ? എന്നാലും സാറേ, കുടി നിർത്താന്നൊക്കെ പറഞ്ഞ, കള്ളുകുടി എന്ന് പറഞ്ഞാൽ അതൊരു ആത്മശുദ്ധീകരണ. കുടിയൻ്റെ മനസ്സിലെ ഭൂമിയിലെ നന്മയും നിറയൊക്കെ ഉണ്ടാവും സാറേ. ഇനി കള്ള് തൊടാത്തവെന്ന് പറഞ്ഞ ഒന്നുകിൽ പഞ്ചദുഷ്ടൻ അല്ലെങ്കിൽ കട്ടിക്കള്ളൻ. അയ്യോ, സാറല്ല. കുഴപ്പമില്ല. ഈ കുതിരവട്ടം എന്ന് പറഞ്ഞാൽ പഴയ കുതിരവട്ടം ഒന്നല്ല. ഇപ്പൊ സെറ്റപ്പ് ഫുഡ് ഫെസിലിറ്റി ഒക്കെ അല്ലേ? ഇത് ബാധ തന്നെയാ. ആ കാനാടികളിൽ നിന്ന് കയറ്റി ഇറക്കിയാ മതി. ചാത്തന്റെ മുമ്പിൽ സ്കൂട്ടാകാത്ത പ്രേതവും ബാധയും ഉണ്ടോ ഈ ഏഷ്യാ ഭൂഖണ്ഡത്തില്? ഇത് കുടി നിർത്തിയതിന്റെയാ. കള്ളിനെയും ചാത്തനെയും നിന്ദിച്ചാൽ കൊണ്ടേ പോകൂ. ഇത് പ്രേതവും ഭ്രാന്തവും നല്ലത്. ആദർശം തലയോട്ടി കയറിയതാ. അതിനിപ്പോ എന്തുണ്ടായിന്നാ? ഒരാൾ കുടിയും തോന്നിയാസൊക്കെ നിർത്തി മര്യാദയ്ക്ക് ജീവിക്കുന്നു എന്ന് പറഞ്ഞാ ഭ്രാന്തായിന്ന. എന്നാലും കാലവും നേരവും ഇല്ലാതെ ഒരാളിങ്ങനെ വായിക്കൊള്ളാത്ത സത്യവും നീതിയും പറയാന്ന് പറയുമ്പോ, ഇതിപ്പോ പറയുന്നതും ചെയ്യുന്നൊന്നും മൂപ്പരല്ല, റേഡിയോ ഗാന്ധിയാ. ഈ അഭിനയവും അനുകരണമൊക്കെ വല്ലാണ്ട് ഉള്ളിത്തട്ടിയാവുമ്പോ സംഭവിച്ചു പോകുന്ന. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഗാന്ധി മാർഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം മൂത്രചികിത്സയാണ്. മൂത്രചികിത്സയെ നമ്മളെന്നും വല്ലാത്ത മുൻവിധിയോടെയാണ് നോക്കിക്കാണുന്നത്. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന ഏതാണ്ട് എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സയും മരുന്നുമാണ് മൂത്രപാനം.
നമസ്കാരം. ആരാ? കോടതിന്നാ? അല്ല, ഞാൻ ഹരിശ്ചന്ദ്രൻ, ആകാശവാണിന്ന്. പുസ്തകങ്ങൾ തിരികെ തരാൻ. ആ, മനസ്സിലായി. ആദ്യമായിട്ടാ ഒരാൾ പുസ്തകം തിരിച്ചു കൊണ്ടുവരുന്നത്. മാഷെ, ഞാൻ ഇനിയും വരാം. ഓ, മാസാവസാനം കോടതിയിൽ നിന്ന് വിധിയുണ്ടാവും. ശരിക്കും എന്താ കേസ്? മൊത്തം വസ്തുവിൻ്റെ മുകളിലും അവകാശ തർക്കം. അവർ രാഷ്ട്രീയക്കാരും ഞങ്ങൾ സമാജക്കാരും തമ്മിലും. മഹാത്മാവിൻ്റെ യഥാർത്ഥ പിന്മുറക്കാരാരാണെന്നാണ് തർക്കം. ജില്ലയിലെ മൊത്തം ഗാന്ധിയന്മാരെ കൂട്ടി വിളിച്ചാലും ഒരു മുറിയിൽ കൂട്ടാൻ ആളില്ലെന്നിരിക്കെ സമാജത്തിന് ഇത്രയും വലിയ കെട്ടിടവും സ്ഥലവും എന്തിനെന്നാണ് അവരുടെ ചോദ്യം. മലയോട് കല്ലെറിഞ്ഞിട്ട് എന്താക്കാനാ? കേസ് വാദിക്കണേ നിയമം പഠിച്ച വക്കീലും വക്കീൽ വരണേ പണവും ഇല്ലാണ്ടാവുമോ? കേസ് അവർ ജയിക്കും. മഹാത്മാവ് അന്തി ഉറങ്ങിയ ഇടമാണ്. എൻ്റെ വരവും പ്രസൻസ് ഒന്നും ഇപ്പോൾ ഇവിടെ ആരും കാണാറോ അറിയാറോ ഒന്നുമില്ല. എന്നെ ഒന്ന് മുറുക്കി ശ്വാസം മുട്ടിച്ച്. ലൈംഗികതയെക്കുറിച്ച് ഗാന്ധിജി പറഞ്ഞത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇണചേരലോളം വൃത്തികേടായി ഈ ലോകത്ത് മറ്റൊന്നില്ലെന്നാണ്. 37ാമത്തെ വയസ്സിൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ഗാന്ധിജി കസ്തൂർബയോട് പറഞ്ഞത്, ഇനി മുതൽ നീയും ഞാനും തമ്മിൽ സാഹോദര്യത്തിനപ്പുറത്ത് മറ്റൊരു ബന്ധമില്ലെന്നാണ്. എന്നിട്ട് മരണം വരെ രണ്ടുപേരും ഭോഗാസക്തമായ വിഷയതാൽപരമായ ഒരു നോട്ടം പോലും കൈമാറിയിട്ടില്ല പരസ്പരം. കഴിഞ്ഞോ? മൂന്നാമതൊരാളില്ലാതെ വാർദ്ധക്യത്തിൽ കൂടി തൻ്റെ അടുത്ത് വരരുതെന്ന് കസ്തൂർബയോട് ഗാന്ധിജി പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു. തൻ്റെ ശരീരത്തിൻ്റെ ആദിമമായ ഇച്ഛകൾ ഉണർന്നാലോ എന്നുള്ള പേടിയായിരുന്നു അദ്ദേഹത്തിന്. ഒരു മനുഷ്യൻ
തൻ്റെ സഹജീവിയെ ഉപഭോഗത്തിനായി ആസക്തിയോടെ കാണുന്നതിലും വലിയ പാപം ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നില്ല. അതിനാൽ തന്നെ ഏറ്റവും പ്രാഥമികമായും കഠിനമായും ആചരിക്കേണ്ട ജീവിത നിഷ്ഠ എന്നത് ബ്രഹ്മചര്യമല്ലാതെ മറ്റൊന്നല്ല. മൻമോഹൻ സിംഗ് അതാരെ ഈ പുതിയൊരു കോൺഗ്രസ്സുകാരൻ? വലിയ പുള്ളിയാണ്. അങ്ങ് അമേരിക്കയിലെ മന്ത്രിമാരെ കണക്കും കച്ചവടം പഠിപ്പിക്കുന്ന ആളാന്ന്. മൂപ്പരെന്തിനപ്പത് ഇങ്ങോട്ട്? അവിടെ അമേരിക്കയിൽ തന്നെ പ്രസിഡന്റോ മന്ത്രിയോ വല്ലതോ ഒക്കെ ആയിരുന്ന പോരെ? താടിയും കെട്ടൊക്കെ ജോറുണ്ട്, നാട് രക്ഷപ്പെടുവോ? 10-16 ഭാഷ അറിയാവുന്ന പ്രധാനമന്ത്രി, ജോർജ് ബുഷിന് ട്യൂഷൻ എടുക്കുന്ന ആള് ധനമന്ത്രി. മൊത്തത്തിൽ കുഴപ്പം വരില്ല. ഒന്നും പറഞ്ഞില്ല. തുമ്മിയതും തുപ്പിയതും ഒക്കെ തെറ്റായിപ്പോയെന്ന് ആചാര്യൻ പറഞ്ഞില്ലേ? ഒറ്റ രാത്രി പിറന്നപ്പോൾ ഇടയം മറുകണ്ടം ചാടി. നാഥനും നായില്ലാതെ പാവം ആടിപ്പുറം. എന്തേ?